Hi friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും നമ്മൾ 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇത് 4ാമത്തെ ക്ലാസ്സാണ്, മാത്രമല്ല അവസാനത്തെ ക്ലാസ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി ഒന്നാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന അവസാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് കൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക. അതോടുകൂടി ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഹൃദ്യസ്ഥമാക്കും. എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഓർമ്മയുണ്ടോ? പടത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആറ്റത്തിൻ്റെ മാതൃക, മോഡൽസ് ഓഫ് ആറ്റം ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ടും 2 മോഡൽ ഓഫ് ആറ്റങ്ങൾ, 2 ആറ്റം മാതൃകകൾ അല്ലേ, 2 മോഡൽ ഓഫ് ആറ്റംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? ഒന്ന് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം, സെക്കൻഡ് വൺ ബോർ മോഡൽ ഓഫ് ആറ്റം. ഒന്നാമത്തത് റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക, രണ്ടാമത്തത് ബോറിൻ്റെ ആറ്റം മാതൃക. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു. എന്താ? പ്ലാനറ്ററി സിസ്റ്റം മോഡൽ, സൗരയൂഥ മാതൃക എന്നൊക്കെ അല്ലേ. അതിൻ്റെ പോരായ്മയെ പരിഹരിച്ചുകൊണ്ട്, ലിമിറ്റേഷനെ പരിഹരിച്ചുകൊണ്ട് ഒരു ചെറിയ മോഡിഫിക്കേഷൻ, ഒരു ചെറിയ മാറ്റം വരുത്തി ഒന്ന് പരിഷ്കരിച്ചു കണ്ട് പുതിയ ഒരു ആറ്റം മാതൃക അവതരിപ്പിച്ചതാണ് ആര്? നീൽസ് ബോർ. ബോറിൻ്റെ മാതൃക അതോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനെ തുടർന്ന് നമ്മൾ പഠിച്ച കാര്യം എന്താ വെച്ചാൽ, ആറ്റത്തെക്കുറിച്ച് ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. വരുന്ന ക്ലാസ്സുകളിലൊക്കെ 10ാം ക്ലാസ് തുടർന്ന് +1 +2 സയൻസ് ഒക്കെ എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് അത്യാവശ്യമായി കെമിസ്ട്രിയിൽ ആറ്റത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒന്ന് ആറ്റോമിക് നമ്പർ. എന്താണ് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? ഒരാറ്റത്തിനകത്തെ പ്രോട്ടോൺസിൻ്റെ എണ്ണം എന്താണോ അതാണെന്ത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അതാണെന്ത്? അറ്റോമിക് നമ്പർ. പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണോ അത്ര തന്നെ എന്തുണ്ടായിരിക്കും? ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ഇതിൻ്റെ സഹായത്തോട് കൂടിയിട്ട് വേണം ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ. ഹൗ മച്ച് പ്രോട്ടോൺസ് ആർ ദെയർ, ദാറ്റ് മച്ച് ഇലക്ട്രോൺസ് ആർ ദെയർ. എത്രത്തോളം പ്രോട്ടോൺസ് ഉണ്ടോ അത്രത്തോളം എന്തുണ്ടായിരിക്കും? ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ സെയിം ഇൻ നമ്പർ ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിൽ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും എന്തായിരിക്കും? തുല്യമായിരിക്കും. മറന്നു പോകരുത്. ഒരാറ്റത്തിൽ 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ദെൻ മറ്റൊന്ന് മാസ് നമ്പർ. എന്താ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ? സം ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണങ്ങളുടെ തുകയാണ് ഇത് മാസ് നമ്പർ. ഓക്കെ, മാസ് നമ്പർ അറിഞ്ഞാലും അറ്റോമിക് നമ്പർ അറിഞ്ഞാലും ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം കണ്ടാലേ ഇത് മനസ്സിലാകുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിക്കുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് വിന്യാസം. എന്താണ് ഒന്നാമത്തെ കാര്യം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് വിന്യാസം. രണ്ടാമത്തെ കാര്യം ഹൗ ടു റെപ്രസെൻറ്റ് എ ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ മോഡൽ ഓഫ് ആറ്റം, ബോറിൻ്റെ ആറ്റം മാതൃക എങ്ങനെ വരക്കാം? ഹൗ ടു റെപ്രസെൻറ്റ് ബോർ മോഡൽ ഓഫ് ആറ്റം. ഒരാറ്റത്തിൻ്റെ ബോർ മോഡൽ എങ്ങനെ വരക്കാം? അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഐസോട്ടോപ്സ്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുക, ഐസോട്ടോപ്സ്. മലയാളത്തിൽ അതിന് പ്രത്യേകം ടേമുകളില്ല, ഐസോട്ടോപ്പ് എന്നാണ് തന്നെ പറയുക. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദെൻ വിച്ച് ആർ ദ 3 തിങ്സ് ടു ബി ഡിസ്കസ്ഡ് ഇൻ ദിസ് ക്ലാസ്? ഫസ്റ്റ് വൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സെക്കൻഡ് വൺ how to represent Bohr model of an atom, then third one isotopes. ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 3 കാര്യങ്ങൾ? ഫസ്റ്റ് വൺ ഇലക്ട്രോണിക് വിന്യാസം, സെക്കൻഡ് വൺ ബോർ, ഒരു ആറ്റത്തിൻ്റെ ബോർ മാതൃക എങ്ങനെ വരക്കാം, മൂന്നാമത്തത് എന്താണ് ഐസോട്ടോപ്സ്. എങ്ങനെയാണ് പ്രോട്ടോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക, ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുന്നു, മാസ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നു, അറ്റോമിക് നമ്പർ എന്താണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണേത്, ഇന്ന് പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യമാണേത് ഇലക്ട്രോണിക് വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷിൽ പറയുന്നതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക. മലയാളം മീഡിയം കുട്ടികളോ മലയാളത്തിൽ പറയുന്നതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം എലമെൻറ്റ്സ് ഉണ്ട്, മൂലകങ്ങളുണ്ട്.
1 മുതൽ 18 വരെയുള്ള മൂലകങ്ങളുടെ ആറ്റോമിക് നമ്പറും അതെങ്ങനെയാണ് അവരുടെ സിംബൽസും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1 മുതൽ 18 വരെയുള്ള മൂലകങ്ങളുടെ പേരുകളും അവയുടെ ആറ്റോമിക് നമ്പറുകളും അതുപോലെ അവയുടെ സിംബൽസും നിർബന്ധമായിട്ടായിരിക്കണം. 1 to 18 symbols of elements, atomic number and their names should be by hearted. ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതൊന്ന് ആദ്യം പറയാം. 1 മുതൽ 18 വരെ. ഓക്കെ, ഇതാദ്യമേ പറയുന്നത്. ഇനി തുടർന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഐസോട്ടോപ്പൊക്കെ പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യമേ പറയുന്നത്. അപ്പോൾ 1 മുതൽ 18 വരെ പീരിയോഡിക് ടേബിളിലെ 1 മുതൽ 18 വരെയുള്ള മൂലകങ്ങൾ എലമെൻസിൻ്റെ സിംബൽസും അവയുടെ ആറ്റോമിക് നമ്പറുകളും പേരുകളും ഒന്ന് പറയാൻ പോകാം. ഓക്കെ, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോഡുകൾ നിങ്ങൾക്ക് കിട്ടും. വേറൊരു ചെറിയ കോഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, ബോർഡിലേക്ക് നോക്കിക്കോ. ഹൈ ഹി ലി. ഹൈ ഹി ലി അധികം റിപ്പീറ്റ് ചെയ്ത് പറയില്ല. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹൈ ഹി ലി എന്താണെന്ന് പിന്നീട് പറയാം. ബേ ബോ ക. ഹൈ ഹി ലി ബേ ബോ ക. നൈ ഓ ഫ്ലൂ. നീ സോ മഗ്. അലുസീഫോ സക്ലോ ആ. ഇതാണ് 18 മൂലകങ്ങൾ. ഏതൊക്കെയാ? ഹൈ ഹി ലി ബേ ബോ ക നൈ ഓ ഫ്ലൂ നീ സോ മഗ് അലുസീഫോ സക്ലോ ആ. വൺസ് മോർ. ഹൈ ഹി ലി ബേ ബോ ക നൈ ഓ ഫ്ലൂ നീ സോ മഗ് അലുസീഫോ സക്ലോ ആ. ഒരു പ്രത്യേക താളത്തിൽ പാടി നോക്കിയാൽ മതി. എന്താണ് ഹൈ ഹീലി? ഹൈഡ്രജൻ ഹീലിയം ലിഥിയം. ഹൈഡ്രജൻ ഹീലിയം ലിഥിയം. എന്താണ് ബെബോക്ക? ബെറിലിയം ബോറോൺ കാർബൺ. ബെറിലിയം ബോറോൺ കാർബൺ. എന്താണ് നൈ ഓ ഫ്ലൂ? നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ. നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ. എന്താണ് നീസോമഗ്? നിയോൺ സോഡിയം മഗ്നീഷ്യം. നിയോൺ സോഡിയം മഗ്നീഷ്യം. അലുസീഫോ. എന്താണ് അലുസീഫോ? അലുമിനിയം സിലിക്കൺ ഫോസ്ഫറസ്. അലുമിനിയം സിലിക്കൺ ഫോസ്ഫറസ്. സക്ലോ ആ. സൾഫർ ക്ലോറിൻ ആർഗൺ. സൾഫർ ക്ലോറിൻ ആർഗൺ. ഇനി അതിൻ്റെ സിമ്പിൾസും ആറ്റോമിക് നമ്പറുമാണ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ആറ്റത്തിൻ്റെ സിമ്പിൾ തന്നാൽ ആറ്റോമിക് നമ്പർ എവിടെ എഴുതണം, മാസ് നമ്പർ എവിടെ എഴുതണം എന്ന് പറഞ്ഞിരുന്നു. ആറ്റോമിക് നമ്പർ ഇവിടെയാണ് എഴുതുക അല്ലേ? താഴെ ഈ ഭാഗത്ത് ചെറുതായിട്ട് ആറ്റോമിക് നമ്പർ എഴുതും. മാസ് നമ്പറോ മുകളിൽ ഇവിടെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ആറ്റം ഏതാ? ഹൈഡ്രജൻ. രണ്ടാമത്തതോ ഹീലിയം. മൂന്നാമത്തതോ ലിഥിയം. ആറ്റോമിക് നമ്പറാണ് അവിടെ എഴുതിയിട്ടുള്ളത്, മാസ് നമ്പർ എഴുതിയിട്ടില്ല. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മഗ്നീഷ്യം. സോഡിയത്തിൻ്റെ സിമ്പിൾ എന്തുകൊണ്ട് Na വന്നു എന്നുള്ളത് 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. 1 മുതൽ എത്ര വരെ? 18 വരെ. ഒന്ന് അറിഞ്ഞിരിക്കുക, ടെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതാണ് ഒന്നാമത്തെ ടോപ്പിക്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടോപ്പിക്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് വിന്യാസം. റെഡി അല്ലേ? പഠിച്ചാലോ? റെഡി? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് വിന്യാസം. യെസ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ സിമ്പിൾ, അതിൻ്റെ പ്രതീകം, റെപ്രസെൻറ്റേഷൻ, അറ്റോമിക് നമ്പറൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം എന്ന് പറയാൻ വേണ്ടി പോവാണ്. ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെ എഴുതാം? ഹൗ ടു റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെ എഴുതാം? അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി സാധിക്കും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ബേസിക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? പഠിക്കണുള്ളൂ. അടിസ്ഥാനം മാത്രമേ പഠിക്കണുള്ളൂ. ശ്രദ്ധിച്ചു. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റം, ബോറിൻ്റെ ആറ്റോമിക് മാതൃക പഠിച്ചിട്ടുണ്ട്. എന്താണ് ബോറിൻ്റെ ആറ്റോമിക് മാതൃക? സെൻട്രൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ശരിയല്ലേ? കേന്ദ്രത്തിലൊരു ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിൽ ഒരുപാട് പാതകൾ കാണാൻ വേണ്ടി സാധിക്കും അല്ലേ? സർക്കുലർ പാത്ത് എറൗണ്ട് ന്യൂക്ലിയസ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്, ആ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിൽ ഒരുപാട് പാതകളുണ്ട്. ആ പാതകൾക്കൊരു പേരുണ്ടായിരുന്നു. എന്താ? ഷെല്ലുകൾ അല്ലേ? ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ.
അല്ലേ? ഏതാണ് ഒന്നാമത്തെ ഷെല്ല്? കെ. ഏതാണ് രണ്ടാമത്തെ ഷെല്ല്? എൽ. ഏതാണ് മൂന്നാമത്തെ ഷെല്ല്? എം. ഏതാണ് നാലാമത്തെ ഷെല്ല്? എൻ. ഓക്കെ, ഏതിനാണ് ഏറ്റവും ഊർജം കുറവുള്ളത്? കെ ഷെല്ലിന്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏറ്റവും ഊർജം കൂടുതലുള്ളതോ? എൻ ഷെല്ലിന്. നമുക്ക് പഠിക്കാനുള്ള ഷെല്ലുകളാട്ടോ, ഇതിൻ്റെ അപ്പുറത്ത് വേറെയും ഷെല്ലുകളുണ്ട്. നമുക്ക് പഠിക്കാൻ ഏതുവരെ ഉള്ളൂ? എൻ വരെ ഉള്ളൂ. അപ്പം നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും ഊർജം കൂടിയ, എനർജി കൂടിയ ഷെല്ല് ഏതാ? എൻ ആണ്. കുറഞ്ഞത് ഏതാ? കെ ആണ്. ഈ ഷെല്ലുകളുടെ പ്രാധാന്യം എന്താ? എന്തിനാണ് ഷെല്ലുകൾ? ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ദ പാത്ത് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പാത്ത്, അല്ലേ? ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന പാതയാണേത്? ഇത് ഷെല്ലുകൾ. അപ്പോൾ ഇതിലൊക്കെ ആരുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇനി ഞാൻ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് പറയാൻ വേണ്ടി പോവാണ്. ഒരാറ്റത്തിൽ ഇലക്ട്രോൺസ് അതിൻ്റെ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ എനർജി കുറവുള്ള ഷെല്ലാണ് ആദ്യം തിരഞ്ഞെടുക്കുക. എനർജി കുറവുള്ള ഷെല്ല്. അപ്പോൾ ഇലക്ട്രോൺസ് ആദ്യം തിരഞ്ഞെടുക്കുന്ന ഷെല്ല് ഏതായിരിക്കും? ഇതായിരിക്കും. ആ ഷെല്ലിൽ ഇലക്ട്രോൺസ് ഫില്ലായി കഴിഞ്ഞാലേ ഏതിലേക്ക് ഫില്ല് ചെയ്യുള്ളൂ? രണ്ടാമത്തെ ഷെല്ലായ എല്ലിലേക്ക് ഫില്ല് ചെയ്യുള്ളൂ. ശരിക്കും ശ്രദ്ധിച്ചോ. അപ്പോൾ ഒരാറ്റത്തിൽ ഇലക്ട്രോൺസ് ഒരാറ്റത്തിൽ അതിൻ്റെ സീറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ, ഷെല്ലുകളെ സീറ്റായിട്ട് പരിഗണിച്ചാൽ ആദ്യം ഏതാ തിരഞ്ഞെടുക്കുക? എനർജി ഏറ്റവും കുറവുള്ള കെ സീറ്റാണ് ആദ്യം തിരഞ്ഞെടുക്കുക. കെ സീറ്റ് നിറഞ്ഞു കഴിഞ്ഞാലാണ് ഏതിലേക്ക് പ്രവേശിക്കുക? എല്ലിലേക്ക് പ്രവേശിക്കുക. എല്ലും നിറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തതായ ഏതിലേക്ക് പ്രവേശിക്കും? എം ഷെല്ലിലേക്ക് പ്രവേശിക്കും. എം നിറഞ്ഞു കഴിഞ്ഞാൽ അതിലും എനർജി കൂടിയ എൻ ഷെല്ലിലേക്ക് പ്രവേശിക്കും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഏതിൻ്റെ ക്രമത്തിലാണ്? എനർജി കൂടി വരുന്ന ക്രമത്തിലാണ്. ഒരാറ്റത്തിൽ, ഇനി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ, ഒരാറ്റത്തിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഏത് കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്? എനർജി കൂടി വരുന്നതിൻ്റെ ബേസിലാണ്. സോ ദ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് in an atom is the increasing order of the energy of shell. അല്ലേ? So how electrons are distributed in an atom? ആറ്റത്തിൽ ഇലക്ട്രോണുകൾ ക്രമീകരിക്കുന്നത് ഏത് കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഊർജം കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഊർജം കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ വിതരണം ചെയ്യുന്നതിന് ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറയുന്നു. എന്താ ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറഞ്ഞു നോക്കിയാൽ? ഇലക്ട്രോണിക് വിന്യാസം പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഇലക്ട്രോണിക് വിന്യാസം? എന്ന് പറഞ്ഞാൽ എന്താ? ഷെല്ലുകളിൽ ഊർജം കൂടി വരുന്ന ക്രമത്തിൽ ഇലക്ട്രോണുകളെ വിതരണം ചെയ്യുന്നതിന് ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറയുന്നു. എന്താ ഇലക്ട്രോണിക് വിന്യാസം? ഒരു വട്ടം കൂടെ. ഊർജം കൂടി വരുന്ന രീതിയിൽ ഷെല്ലുകളിൽ അല്ലെങ്കിൽ ഓർബിറ്റുകളിൽ ഇലക്ട്രോണുകളെ വിതരണം ചെയ്യുന്നതിനെ എന്ത് വിളിക്കുന്നു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. What do you mean by electronic configuration? Electronic configuration malayalam electronic vinyasam ennaanu. What do you mean by electronic configuration? It is a distribution of electrons in various shells. Or orbits. Electronic configuration is the distribution of electron in various orbits or shell in the increasing order of energy. Okay. അപ്പോൾ ഒരാറ്റത്തിൽ കുറേ ഇലക്ട്രോണുകളുണ്ട്. ആദ്യം ഏതിലേക്കാണ് ഇലക്ട്രോൺസ് പ്രവേശിക്കുക? നമ്മളൊരു ആറ്റത്തെ എങ്ങനെ നിർത്തി, എന്നിട്ട് ഇലക്ട്രോൺസിനോട് പറഞ്ഞതാ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇലക്ട്രോൺസ് മത്സരിക്കുക ഏത് ഷെല്ലിലേക്ക് കയറാനാ? കെ ഷെല്ലിലേക്ക് കയറാനാ. അതിൽ കംപ്ലീറ്റ് പൂർത്തിയായാൽ ഏതിലേക്ക് പ്രവേശിക്കുള്ളൂ? രണ്ടായ എൽ ഷെല്ലിലേക്ക് പ്രവേശിക്കുള്ളൂ. അങ്ങനെ ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിൽ ഫില്ല് ചെയ്യുന്നത് ഏത് കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്? എനർജി കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഫില്ല് ചെയ്യുന്നതിനെ എന്ത് വിളിക്കുന്നു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ ലാസ്റ്റ് വൺ, വാട്ട് മീൻ ബൈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? Electronic configuration is the distribution of electrons in various shells or orbitals. Orbits. Electronic configuration is the distribution of electrons in various orbits or shells in the increasing order of energy. This is known as electronic configuration. ഇതെന്ത് പേരിൽ വിളിക്കുന്നു? ഇലക്ട്രോണിക് വിന്യാസം. അപ്പോൾ ഒരാറ്റത്തിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം എഴുതണമെങ്കിൽ നമുക്ക് എന്തറിയണം? കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? എൻ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും എന്നറിയണം. കെ ഷെല്ലിന് എനർജി കുറവല്ലേ? അപ്പോൾ അതിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. ഏറ്റവും എനർജി കൂടുതലുള്ള ഷെല്ല് ഏതാ?
എൻ അല്ലേ, അപ്പോൾ അതിൽ കൊള്ളാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ? അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് വിന്യാസം എഴുതണമെങ്കിൽ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും എന്നറിയണം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. ശ്രദ്ധിച്ചോ? അപ്പോൾ ഇനി ഇതിലേക്ക് പോവാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും എന്നുള്ളതിലേക്ക് പോവാണ്. അതിന് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. റെഡിയാണോ? യെസ്. ശ്രദ്ധിച്ചോ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ എന്നറിയോ? 2 × n². എന്താണ് ഇക്വേഷൻ? 2 × n². എന്താണ് n എന്ന് പറഞ്ഞാൽ? ഓരോ ഷെല്ലിൻ്റെയും നമ്പർ എന്താണോ അതാണ് n. എന്താണ് n എന്ന് പറഞ്ഞാൽ? ഓരോ ഷെല്ലിൻ്റെയും നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കെ ഷെല്ലിൻ്റെ നമ്പർ എത്രയാ? 1 ആണ്. എൽ ഷെല്ലിൻ്റെ നമ്പർ എത്രയാ? 2 ആണ്. എം ഷെല്ലിൻ്റെ നമ്പർ എത്രയാ? 3 ആണ്. എൻ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? 4 ആണ്. അപ്പോൾ ആ നമ്പറുകൾ എന്നിൻ്റെ സ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? നമുക്ക് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കിട്ടും. റെഡിയാണോ? കണ്ടുപിടിക്കല്ലേ? പ്ലസ് റെഡി? യെസ്. ശ്രദ്ധിച്ചോ, ആദ്യം കെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പോവാണ്. കെ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? 1 അല്ലേ? അപ്പോൾ ഇവിടെ കൊടുത്തു 2 × എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു. 1². 1ൻ്റെ സ്ക്വയർ എന്തെന്നെയാണ്? എന്താ സ്ക്വയർ എങ്ങനെ കാണുക? 1² എങ്ങനെ കാണുക? 1 × 1 = എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ 2 × 1. 2 × 1 എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ? 2 ആണ്. എന്ന് പറഞ്ഞാൽ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? 2. സിമ്പിൾ. ഇനി അടുത്തത് എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും എന്നുള്ളതാണ്. എൽ ഷെല്ല് ഇക്വേഷൻ എന്താ? 2n². എൽ ഷെല്ലിലെ ഇലക്ട്രോൺസ് എന്താണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? എല്ലിൻ്റെ നമ്പർ എത്രയാ? 2 ആണ്. സോ 2 × 2². 2² എന്ന് പറഞ്ഞാൽ 2 × 2 = 4 അല്ലേ? 2² എന്ന് പറഞ്ഞാൽ 2 × 2 = 4. അപ്പോൾ 2² സ്ഥാനത്ത് എന്ത് കൊടുത്തു? 4 എന്ന് കൊടുത്തു. ദെൻ 2 × 4 8. അപ്പോൾ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? 8 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും. നോക്കൂ നിങ്ങൾ. ദെൻ അടുത്തത് മൂന്നാമത്തത് ഏതാ? മൂന്നാമത്തെ എം ഷെല്ല്. 2n². 2 × m എന്നുള്ള ഷെല്ലിൻ്റെ നമ്പർ 3 ആണ്. 3² = ആദ്യം 3ൻ്റെ സ്ക്വയർ കാണണം. 3ൻ്റെ സ്ക്വയർ 3 × 3 = 9 അല്ലേ? സോ 2 × 9 = 18. അപ്പോൾ എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? 18. ഓക്കെ. ദെൻ എൻ ഷെല്ല് നമ്പർ എത്രയാണ്? 4 ആണ്. ഇതുപോലെ ചെയ്താൽ നമുക്ക് കിട്ടും 2 × 16 = 32 എന്ന് കിട്ടും. അപ്പോൾ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന്, ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്നുള്ളതും, 2, ഒരു ആറ്റത്തിൻ്റെ ബോർ മാതൃക എങ്ങനെ വരക്കാം എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്നത്തെ ക്ലാസ്സിൽ 3 കാര്യങ്ങളല്ലേ പഠിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞത്. ഒന്നെന്താ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2 എന്താ? ബോർ മോഡൽ ഓഫ് ആറ്റം, ബോറിൻ്റെ മാതൃക. ആ 2 കാര്യങ്ങളും ഇതറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. നോക്കല്ലേ, ഒരു എക്സാമ്പിളിലൂടെ നോക്കില്ല നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം. റെഡിയാണോ? ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്യുക. ഒരു 2-3 ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചു കേട്ടോ. ഇങ്ങനൊന്ന് തന്നിട്ടുണ്ട്. ഓക്സിജൻ തൊട്ട് താഴെ തന്നിട്ടുണ്ട് 8. ഇതിനർത്ഥം എന്താ? ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. എന്താ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രോട്ടോണിൻ്റെ എണ്ണല്ലേ. അപ്പോൾ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? 8 എണ്ണം ഉണ്ട്. എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും എന്തുണ്ടായിരിക്കും? ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അതെ. അപ്പോൾ നമ്മൾ ഓക്സിജൻ, O എന്ന് പറഞ്ഞാൽ ആരാ? ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ്. അറ്റോമിക് നമ്പർ എത്രയാ? 8 എന്ന് പറഞ്ഞാൽ അതിൽ 8 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 8 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ആ ഇലക്ട്രോൺസിനെ ഇനി K, L, M, N ഷെല്ലിലേക്ക് നമ്മൾ വിതരണം ചെയ്യാൻ വേണ്ടി പോവാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ്. എങ്ങനെ 8 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലായത്? ആറ്റോമിക് നമ്പർ 8 ആണ്. ക്ലിയർ? അപ്പോൾ ആകെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ആദ്യം ഏത് ഷെല്ലിലേക്കാണ് പോവുക? K ഷെല്ലിലേക്കാണ് പോവുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആദ്യം K ഷെല്ല് പൂർത്തിയായിട്ടേ ഏതിലേക്ക് ഫില്ല് ചെയ്യുള്ളൂ? Lലേക്ക് ഫില്ല് ചെയ്യുള്ളൂ. K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാ? 2 ആണ്.
അപ്പോൾ 8 എണ്ണത്തിൽ 2 പേര് കെ ഷെല്ലിലേക്ക് ഫില്ല് ചെയ്തു. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? ആകെ 8 എണ്ണമാണ് ഓക്സിജൻ ഇലക്ട്രോൺസ് ഉള്ളത്. ബാക്കി എത്ര എണ്ണം ഉണ്ട്? അതിൽ 2 എണ്ണം കെ ഷെല്ലിൽ ഫില്ല് ചെയ്തു. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. അത് എല്ലിലേക്കാണ് ഫില്ല് ചെയ്യുക. കാരണം എല്ലിൽ മാക്സിമം എത്ര വരെ ഉൾക്കൊള്ളാം? 8 എണ്ണം ഉൾക്കൊള്ളാം. അപ്പോൾ അതിൽ 6 എണ്ണം ഉൾക്കൊണ്ട്. ക്ലിയർ? 2 6. അപ്പോൾ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ്. എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ്? 6 ഇലക്ട്രോൺസ്. ഇനി ഇവിടെ തന്നെ ഇതിൻ്റെ ബോർ മാതൃക, ബോർ മോഡൽ ഓഫ് ആറ്റം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതിൽ രണ്ടാമത്തെ കാര്യം, ബോർ മാതൃക നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാ നോക്കിക്കോ. ഒരു ന്യൂക്ലിയസ് അല്ലേ? ആ ന്യൂക്ലിയസിന് ചുറ്റും ആദ്യം ഏത് ഷെൽ? കെ ഷെൽ. അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് ന്യൂക്ലിയസ് ആട്ടോ. ഇത് വേറെ വല്ല മഷി കൊണ്ടൊക്കെ എഴുതിയാൽ വളരെ നന്നായിരിക്കും വരച്ചാൽ. ദെൻ ഇവിടെ എത്ര ഇലക്ട്രോൺസ്? ഇല്ല. അപ്പോൾ 2 ഇലക്ട്രോൺസ്. ഇപ്പോൾ ഏത് ഷെല്ല് പൂർത്തിയായി? കെ ഷെല്ല് പൂർത്തിയായി. ഇനി തൊട്ടടുത്ത് ഏതാ ഷെല്ല്? എൽ ഷെല്ല്. എൽ ഷെല്ല്. എൽ ഷെല്ലിൽ ഓക്സിജൻ്റെ കേസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പോൾ 1 ഇവിടെ, 1 2 3 4 5 6. ഇതാണ് ഓക്സിജൻ്റെ ഏത് മാതൃക? ബോർ മാതൃക. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് അറിഞ്ഞിരുന്നാൽ, അറ്റോമിക് നമ്പറും അറിഞ്ഞിരുന്നാൽ എന്തെഴുതാൻ വേണ്ടി സാധിക്കും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക? ഓക്സിജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,6. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താൽ ഏറ്റവും സിംപ്ലിഫൈഡ് രൂപമാണ് 2,6. ബോർ മാതൃക എങ്ങനെ വരയ്ക്കുക? ഇങ്ങനെ. ഇനി മറ്റൊരു ഉദാഹരണം നോക്കിക്കൂടെ? മറ്റൊരു ഉദാഹരണം റെഡിയാണോ? യെസ്, നോക്കിക്കോ. മറ്റൊരു ഉദാഹരണം ശ്രദ്ധിച്ചോ. മറ്റൊരു ഉദാഹരണം പഠിക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ തന്നിട്ടുണ്ട്, നോക്കിക്കോ. ഇങ്ങനെ Si14 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയിട്ട് അറ്റോമിക് നമ്പർ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. Si14. SI എന്ന് പറഞ്ഞാൽ ആരാ? നേരത്തെ നമ്മൾ തുടക്കത്തിൽ സിംബൽസ് പഠിച്ചപ്പോൾ SI അൽസി പഠിച്ചു. അൽസീഫോ, അലുമിനിയം, സിലിക്കൺ. സിലിക്കൺ എത്രയാണ്? അറ്റോമിക് നമ്പർ 14 ആണ്. അറ്റോമിക് നമ്പർ 14 എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം 14 ആണ്. അത്രയും എന്തുണ്ടായിരിക്കും? ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ സിലിക്കൺ എന്ന് പറയുന്ന ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 14 ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 14 ഇലക്ട്രോൺസ് ഉണ്ട്. ശരിയല്ലേ? ഇനി ആ 14 ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഷെല്ലിലേക്ക് ക്രമീകരിക്കാൻ വേണ്ടി പോവാണ്. 14 ഇലക്ട്രോൺസിനെ ആദ്യം കെ ഷെൽ. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? 2 എണ്ണം. അപ്പോൾ 14ൽ 2 എണ്ണം പോയി. ബാക്കി എത്ര എണ്ണമാണുള്ളത്? 12 എണ്ണം ഉണ്ട്. 12 എണ്ണം. ആ 12 എണ്ണത്തിൽ 8 എണ്ണം ഏത് ഷെല്ലിലേക്ക് പോയി? ഏത് ഷെല്ലിലേക്ക് പോയി? എല്ലിലേക്ക് പോയി. 2 8. അപ്പോൾ 10 എണ്ണം ഫില്ല് ചെയ്തു. 2ഉം 8ഉം 10 എണ്ണം ഫില്ല് ചെയ്തു. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ആകെ 14 അല്ലേ ഉള്ളത്? അതിൽ 2 എണ്ണം കെ ഷെല്ലിൽ. അത് നിറഞ്ഞു. then അടുത്തതിലേക്ക് എല്ലിലേക്ക്, അതിൽ 8 എണ്ണേ കൊള്ളുള്ളൂ. അപ്പോൾ 8 എണ്ണം ഫില്ല് ചെയ്തു. ബാക്കി 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണം ഏതിൽ ഫില്ല് ചെയ്യുന്നു? എമ്മിൽ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ സിലിക്കണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെയാണ്? സിലിക്കണിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം Si14 എങ്ങനെയാണ് എഴുതാൻ വേണ്ടി പറ്റുക? 2 8 4 2 8 4 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൻ്റെ അർത്ഥം എന്താ? കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 4 ഇലക്ട്രോൺ. എം ഷെല്ലിൽ മാക്സിമം 18 എണ്ണം വരെ പോകും. അത് നിറഞ്ഞാലേ അടുത്തതിലേക്ക് ഫില്ല് ചെയ്യുള്ളൂ. ഇനി അതിൻ്റെ ബോർ മാതൃക എങ്ങനെ വരക്കും? അതിൻ്റെ ബോർ മാതൃക, അപ്പോൾ സെൻട്രൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഇത് ന്യൂക്ലിയസ് ആണെന്ന് വിചാരിച്ചു. ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ ഒന്നാമത്തെ ഷെല്ല് ഏതാ? ഒന്നാമത്തെ ഷെല്ല് കെ. എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 2 എണ്ണം. 1 2. ദെൻ തൊട്ടടുത്തത് എൽ ഷെല്ല്. എൽ ഷെല്ല് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8. ദെൻ അടുത്ത എം ഷെല്ല് 4 എണ്ണം ഉണ്ട്. അപ്പോൾ എം ഷെല്ലും വരച്ചു. ഏതൊക്കെ ഉണ്ട് അത് മാത്രം വരച്ചാൽ മതി. ദെൻ എത്ര എണ്ണം? 4 എണ്ണം. 1 2 3 4. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരാറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ തന്നാൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? അതിൻ്റെ ബോർ മാതൃക എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ? ഒരാറ്റത്തിൽ ഇലക്ട്രോൺസിനെ ഊർജ്ജം കൂടി വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ക്രമീകരിക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഷെൽസ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി.
ദെൻ അത് അറിയണമെങ്കിൽ ആദ്യം എത്ര ഷെല്ലുകളുണ്ട്, ഏതൊക്കെയാണ് ആ ഷെല്ലുകൾ, ആ ഷെല്ലുകളിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ് എന്നുള്ളതൊക്കെ അറിയണം. ആകെ 4 ഷെല്ലാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഷെല്ല് ഏതാ? കെ. എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? 2. രണ്ടാമത്തെ ഷെല്ല് ഏതാ? എൽ. എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? 8. മൂന്നാമത്തെ ഷെല്ല് ഏതാ? എം. എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? 18. നാലാമത്തെ ഷെല്ല് ഏതാ? എൻ. എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? 32. 1 കെ ഷെൽ, 2 എൽ ഷെൽ, 8 എം ഷെൽ, 18 എൻ ഷെൽ, 32. 2 8 18 32. ഇനി എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് വിന്യാസം എഴുതുക? വളരെ സുഖ. അറ്റോമിക് നമ്പർ നോക്കുക. അറ്റോമിക് നമ്പർ നോക്കിയിട്ട് ആകെ അറ്റോമിക് നമ്പർ എന്താണോ അത്രയും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അത്ര മതി പഠിക്കാൻ. തുടർന്ന് 10ാം ക്ലാസ്സിലൊക്കെ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അത് ആ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും എന്തുണ്ടായിരിക്കും? ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുക? ആദ്യം കെ ഷെല്ലിൽ 2 എഴുതുക. അത് നിറഞ്ഞാൽ എൽ ഷെല്ലിൽ, അത് നിറഞ്ഞാൽ ബാക്കിയുള്ളത് എം ഷെല്ലിൽ, അതും നിറയുകയാണെങ്കിൽ ബാക്കിയുള്ളത് മാത്രമേ അത് എന്നിൽ. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഹൈഡ്രജൻ അല്ലേ ഒന്നാമത്തെ എലമെൻറ്റ്? അതിൻ്റെ അറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺ ഉള്ളൂ? 1 ഇലക്ട്രോൺ ഉള്ളൂ. അതെവിടെ ഫില്ല് ചെയ്യുക? അവിടെ നിണ്ടോ? ഇല്ല. അപ്പോൾ ഹൈഡ്രജൻ്റെ ബോർ മാതൃക എങ്ങനെ വരയ്ക്കുക? ഇത് ന്യൂക്ലിയസ്. കെ ഷെല്ല് മാത്രമേ ഉള്ളൂ. ആകെ എത്ര ഇലക്ട്രോൺസ് ഉള്ളൂ? 1 ഇലക്ട്രോൺ ഉള്ളൂ. ഇതാണ് ഹൈഡ്രജൻ്റെ ബോർ മാതൃക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 18 വരെയുള്ള ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എലമെൻറ്റുകൾ, 2 ആറ്റങ്ങളുടെ എന്തും വരയ്ക്കുക. ബോർ മോഡലും വരച്ചു നോക്കുക. റെഡിയല്ലേ? റെഡി. അപ്പോൾ ഇന്ന് പഠിക്കാം എന്ന് പറഞ്ഞിരുന്ന 2 കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെ 2 കാര്യങ്ങൾ? 1 എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം, 2 എങ്ങനെ ബോർ മോഡൽ ഓഫ് ആറ്റം വരയ്ക്കാം. ഇനി മൂന്നാമത്തെ കാര്യം. ഏതാ മൂന്നാമത്തെ കാര്യം? ഐസോട്ടോപ്സ്. റെഡിയാണോ? യെസ്. അതോടുകൂടി ചാപ്റ്റർ എന്ത് ചെയ്യുന്നു? അവസാനിക്കുകയാണ്. റെഡി. അപ്പോൾ ഐസോട്ടോപ്സ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ? 3 ആറ്റങ്ങളുടെ റെപ്രസെൻറ്റേഷൻ, അവയുടെ സിമ്പിൾസ്, പ്രതീകങ്ങൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ ആറ്റങ്ങൾ, എത്ര ആറ്റങ്ങളുണ്ട്? 3 ഉണ്ട്. 1 2 3. 3ഉം ഏത് മൂലകത്തിൻ്റെ, ഏത് എലമെൻറ്റിൻ്റെ ആറ്റങ്ങളാണ്? കാർബൺ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ്. So these atoms are atoms of carbon. So these are atoms of carbon. Carbon element. These are the atoms of carbon element. കാർബൺ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ് ഇതൊക്കെ. എന്താണ് പ്രത്യേകത? ഈ താഴെ എഴുതുന്ന നമ്പറിന് ഒരു പേരുണ്ട്. എന്താ താഴെ എഴുതുന്ന നമ്പറിൻ്റെ പേര്? അറ്റോമിക് നമ്പർ. ശരിയല്ലേ? മുകളിൽ എഴുതുന്ന നമ്പറിന് ഒരു പേരുണ്ട്. എന്താണ് മുകളിൽ എഴുതുന്ന നമ്പറിൻ്റെ പേര്? മാസ് നമ്പർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, അറ്റോമിക് നമ്പർ എന്താണ്? സെയിം ആണ്. പക്ഷെ മാസ് നമ്പർ എന്താണ്? വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ, ഒരു മൂലകത്തിൻ്റെ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ ഐസോട്ടോപ്പുകൾ എന്ന് വിളിക്കുന്നു. എന്താ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ? ഒരേ മൂലകമാവണം. ഒക്കെ ഒരേ മൂലകല്ലേ? കാർബൺ. ഒരേ മൂലകത്തിൻ്റെ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? ഐസോട്ടോപ്പ്. അപ്പോൾ എന്താ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ? മലയാളം മീഡിയം ഒന്ന് ശ്രദ്ധിച്ചോ. എന്താണ് ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു മൂലകത്തിൻ്റെ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റത്തിൻ്റെ കൂട്ടങ്ങളെ എന്ത് പേര് വിളിക്കുന്നു? ഐസോട്ടോപ്പുകൾ. ഇംഗ്ലീഷ് മീഡിയക്കാർ ശ്രദ്ധിക്കുക. ദീസ് ആർ ദ സെയിം എലമെൻറ്റ്സ്. ഇതൊക്കെ എന്താണ്? സെയിം എലമെൻറ്റുകളാണ്. ആൻഡ് ദെയർ അറ്റോമിക് നമ്പേഴ്സ് ആർ സെയിം. സോ ദ ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്. ദീസ് ആർ ദ ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് with the same atomic number and those having different mass number. Such species are known as isotopes. So what do you mean by isotopes? Atoms of same element with the same atomic number and different mass number are known as isotopes. അപ്പോൾ എന്താണ് ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിച്ചോ. വാട്ട് യു മീൻ ബൈ ഐസോട്ടോപ്സ്? ഐസോട്ടോപ്പ് പറയാൻ വേണ്ടി പോവാണ്. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് മാസ് നമ്പർ ആർ നോൺ ആസ് ഐസോട്ടോപ്സ്.
ഒരു ഐസോട്ടോപ്പ് അറിയപ്പെടുക അതിൻ്റെ മാസ് നമ്പറിൻ്റെ പേരിലാണ്. ഇപ്പോൾ ഈ ഐസോട്ടോപ്പ് എങ്ങനെ അറിയപ്പെടുക എന്നറിയോ? കാർബൺ 12. ഈ ഐസോട്ടോപ്പ് എങ്ങനെ അറിയപ്പെടുക? കാർബൺ 12. ഈ ഐസോട്ടോപ്പ് എങ്ങനെ അറിയപ്പെടുക അറിയോ? നിങ്ങൾക്ക് തന്നെ പറയാം, കാർബൺ 13, കാർബൺ 13. ഈ ഐസോട്ടോപ്പ് എങ്ങനെ അറിയപ്പെടുക? കാർബൺ 16, കാർബൺ 14, കാർബൺ 14 ഐസോട്ടോപ്പ്. അപ്പോൾ ഒരു ഐസോട്ടോപ്പ് എങ്ങനെ അറിയപ്പെടുക? അതിൻ്റെ മാസ് നമ്പറിൻ്റെ പേരിലാണ്. ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പുകൾക്ക് പ്രത്യേകം പേരുകളുണ്ട്. ടെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. 1 പ്രോട്ടിയം, 2 ഡ്യൂട്ടീരിയം, 3 ട്രിഷിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം ആർ ദി ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഇനി എന്താണ് ഈ ഐസോട്ടോപ്പ് ഉണ്ടാവാനുള്ള കാരണം? വാട്ട് ഈസ് ദ റീസൺ ഫോർ ഫോമിങ് ഐസോട്ടോപ്സ്? ഒരു ഐസോട്ടോപ്പ് ഉണ്ടാകാനുള്ള കാരണം എന്താ? റീസൺ എന്താ? ശ്രദ്ധിച്ചോ. ഇതിൻ്റെ അറ്റോമിക് നമ്പർ 6 അല്ലേ? വളരെ ശ്രദ്ധിച്ചോ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് ഇതേ മോഡലിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിൻ്റെ അറ്റോമിക് നമ്പർ 6 എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണ്? 6. പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണോ അത്രയും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, 6. ഇനി ന്യൂട്രോൺസിൻ്റെ എണ്ണം കാണണം. ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? ഈ മേലത്തെ മാസ് നമ്പറിൽ നിന്നും താഴത്തെ അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുക. അങ്ങനെയല്ലേ? മാസ് നമ്പർ അല്ലേ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് നമ്പർ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ അല്ലേ? ആണ്. അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോണിൻ്റെ എണ്ണം കുറച്ചാൽ മതി. അങ്ങനെ തന്നെയല്ലേ കണക്കിൽ ചെയ്യാം, മാത്തമാറ്റിക്സ്. അതെ. അപ്പോൾ ഇതിൽ നിന്നും ഇത് കുറച്ചാൽ മതി. 12 നിന്ന് 6 കുറച്ചാൽ 6. ഇനി അത്ര തല പുണ്ണാക്കി ആലോചിക്കൊന്നും വേണ്ട. ഈ മേലത്തെ സംഖ്യയിൽ നിന്ന് താഴത്തെ സംഖ്യ കുറച്ചാൽ ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടുമെന്ന് പഠിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട്. ദെൻ കാർബൺ, അടുത്തത്. ഇത് കാർബൺ 12, കാർബൺ 13. ആറ്റോമിക് നമ്പർ 6 ആണ്. എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം എത്ര തന്നെയാണ്? 6 തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്തായിരിക്കും? 6 ആയിരിക്കും. ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? മേലത്തെ സംഖ്യയിൽ നിന്ന് താഴത്തെ സംഖ്യ കുറക്കുന്നു. 13 നിന്ന് 6 കുറച്ചാൽ 7. ദെൻ കാർബൺ 14, ആറ്റോമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്താണ്? അത് 6 ആയിരിക്കും. ശരിയല്ലേ? ദെൻ ന്യൂട്രോണിൻ്റെ എണ്ണം മുകളിലത്തെ സംഖ്യയിൽ നിന്ന് താഴത്തെ സംഖ്യ കുറക്കുക. 14 നിന്ന് 6 കുറക്കുക. എത്രയാ? 8. നോക്കൂ നിങ്ങൾ. എന്താണ് ഐസോട്ടോപ്പ് ഉണ്ടാകാനുള്ള കാരണം എന്ന് കിട്ടിക്കും. പ്രത്യേകം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടും. എന്താണെന്ന് നോക്കിയേ. ഈ 3 സ്പീഷീസിലും, ഈ 3 ആറ്റങ്ങളിലും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും പ്രോട്ടോൺസിൻ്റെ എണ്ണവും എന്താണ്? തുല്യമാണ്. ഈ 3 ഗണത്തിലും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും പ്രോട്ടോൺസിൻ്റെ എണ്ണവും തുല്യമാണ്. പക്ഷേ ന്യൂട്രോൺസിൻ്റെ എണ്ണം എന്താണ്? വ്യത്യസ്തമാണ്. അപ്പോൾ ഐസോട്ടോപ്പ് ഉണ്ടാകാനുള്ള കാരണം എന്താ? ഡ്യൂ ടു ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ഫോമിങ് ഐസോട്ടോപ്സ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ഫോമിങ് ഐസോട്ടോപ്സ്? ഐസോട്ടോപ്പുകൾ ഉണ്ടാവാനുള്ള കാരണം എന്താ? ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഏതിനുള്ള കാരണം? ഐസോട്ടോപ്പുകൾ ഉണ്ടാവാനുള്ള കാരണം. എന്താണ്? ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഐസോട്ടോപ്പുകൾ ഉണ്ടാവാനുള്ള കാരണം. റെഡി? ഇനി മറ്റൊരു ഐസോട്ടോപ്പ് നോക്കാം. ശ്രദ്ധിച്ചോ. അതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നല്ലവണ്ണം ശ്രദ്ധിച്ചോ. ഒരു ഐസോട്ടോപ്പ് ശ്രദ്ധിച്ചോ. N713, N714, N715. ഇത് രണ്ടും മതി തൽക്കാലം. N714. സോ നൈട്രജൻ 14, നൈട്രജൻ 15. നൈട്രജൻ 14, നൈട്രജൻ 15. ഇതിലെത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ്? 7. ഇലക്ട്രോൺസ് 7. ന്യൂട്രോൺസ്. എങ്ങനെ ന്യൂട്രോൺസ് കണ്ടുപിടിക്കുക? ഈ സംഖ്യയിൽ നിന്ന് ഈ സംഖ്യ മൈനസ് ചെയ്യുക. 14 നിന്ന് 7 മൈനസ് ചെയ്താൽ 7. ദെൻ നൈട്രജൻ 15 നോക്കിയ ഒരു ഐസോട്ടോപ്പ് തന്നെയാണ്. അറ്റോമിക് നമ്പർ 7 ആകുമ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 7. എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോൺ 7. ദെൻ ന്യൂട്രോണിൻ്റെ എണ്ണം കാണാൻ മുകളിലത്തെ സംഖ്യയിൽ നിന്ന് താഴത്തെ സംഖ്യ മൈനസ് ചെയ്യുന്നു. 15 നിന്ന് 7 കുറച്ചാൽ 8. സോ നോക്കൂ, എന്തിലുള്ള വ്യത്യാസം? ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസം. ക്ലിയർ? ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലത്തെ ഒരുപാട് ആക്ടിവിറ്റികൾ കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ്റെ ഐസോട്ടോപ്പുകൾ അവസാനം ഒരു ടേബിൾ രൂപത്തിൽ തന്നിട്ടുണ്ട്. അത് സ്വയം എന്ത് ചെയ്യുക? ഫിൽ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു മൂലകത്തിൻ്റെ ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസുമുള്ള ആറ്റഗണങ്ങളെ കൂട്ടങ്ങളെ എന്ത് പേര് വിളിക്കുന്ന? ഐസോട്ടോപ്പുകൾ. എലമെൻറ്റ്സ്, ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് വിത്ത് സെയിം ആറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറൻറ്റ് മാസ് നമ്പർ ആർ നോൺ ആസ് ഐസോട്ടോപ്സ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഫോമിങ് ഐസോട്ടോപ്സ്? ഡ്യൂ ടു ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ന്യൂട്രോൺ. എന്താണ് ഐസോട്ടോപ്പുകൾ ഉണ്ടാവാനുള്ള കാരണം? ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസം. ഇനി ചില ഐസോട്ടോപ്പുകളുടെ ഉപയോഗങ്ങളൊന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോ. ചില ഐസോട്ടോപ്പുകളുടെ ഉപയോഗം.
ഒരു ഐസോട്ടോപ്പാണ് അയോഡിൻ 131, മറ്റൊരു ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60, മറ്റൊരു ഐസോട്ടോപ്പാണ് യുറേനിയം 235, മറ്റൊരു ഐസോട്ടോപ്പാണ് നമ്മൾ പറഞ്ഞ കാർബൺ 14. ഇതിനൊക്കെ ചില ഉപയോഗങ്ങളുണ്ട്. ഈ അയഡിൻ 131, അയോഡിൻ 131, കൊബാൾട്ട് 60 ഇതൊക്കെ ട്യൂമർ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കും, ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കും, അതിൻ്റെ തിരിച്ചറിയാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ട്യൂമർ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെ തിരിച്ചറിയാനും അവർക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അയോഡിൻ 131, കൊബാൾട്ട് 60. കൊബാൾട്ട് 60 ആൻഡ് അയോഡിൻ 31 ആർ യൂസ്ഡ് ഫോർ, ഇതൊക്കെ ഐസോട്ടോപ്സ് ആണ്. ഇത് കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പാണ്, ഇത് അയോഡിൻ്റെ ഐസോട്ടോപ്പാണ്. ആർ യൂസ്ഡ് ഫോർ ദി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ, ട്യൂമർ എക്സെട്ര. ദെൻ യുറേനിയം 235, യുറേനിയം 235 എന്ന് പറയുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ, ആണവ നിലയങ്ങളിലൊക്കെ ഉപയോഗിക്കും. അതൊക്കെ പിന്നീട് വിശദമായി പഠിക്കും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കാർബൺ 14 എന്നതിന് വേണ്ടി ഉപയോഗിക്കാറിയോ? ടു കാൽക്കുലേറ്റ് ദ ഏജ് ഓഫ് ഫോസിൽസ്. ഫോസിലൊക്കെ കേട്ടിട്ടില്ലേ? ഫോസിൽ ഒരുപാട് കാലം മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ അവശിഷ്ടങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ദിനോസർ അല്ലേ? ആ ദിനോസറുകളുടെയൊക്കെ കാലപ്പഴക്കം തീരുമാനിക്കുന്നത് ഏത് എലമെൻറ്റ് ഉപയോഗിച്ചിട്ടാണെന്ന് അറിയോ? കാർബൺ 14 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഫോസിൽസിൻ്റെ ഏജ് തീരുമാനിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഐസോട്ടോപ്പാണ് ഏത്? കാർബൺ 14. കാർബൺ 14 ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് ഫോസിൽസ്. ക്ലിയർ? അപ്പോൾ ഐസോട്ടോപ്പുകൾക്ക് എന്തുണ്ട്? ഉപയോഗങ്ങളുണ്ട്, മനസ്സിലാക്കുക. അപ്പോൾ കുട്ടികളെ, ഇതോടുകൂടി ഈ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? അവസാനിച്ചിട്ടുണ്ട്. നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? സ്ട്രക്ചർ ഓഫ് ആറ്റം. നമ്മൾ 4 ക്ലാസ്സുകളായിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു? എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുമെന്ന് നമുക്ക് കാണാതെ അറിയണം. എത്രയാ? K 2 ഇലക്ട്രോൺസ്, L 8 ഇലക്ട്രോൺസ്, M 18 ഇലക്ട്രോൺസ്, L 32 ഇലക്ട്രോൺസ്. ഊർജ്ജം കൂടി വരുന്ന രീതിയിൽ ഇലക്ട്രോൺസിനെ ഷെല്ലുകളിൽ ക്രമീകരിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് വിന്യാസം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഓർബിറ്റൽസ് ഇൻ ദി വേരിയസ് ഓർബിറ്റ്സ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരയ്ക്കാൻ വേണ്ടി സാധിക്കും? ബോർ മോഡൽ ഓഫ് ആറ്റം, ബോർ മാതൃക വരയ്ക്കാൻ വേണ്ടി സാധിക്കും. ദെൻ ഐസോട്ടോപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ചില ഉദാഹരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. റെഡിയല്ലേ? അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ സിമ്പിൾ തന്നാൽ ആ സിമ്പിളിൽ നിന്നും നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും കണ്ടെത്താൻ വഴിക്കണം. ഓക്സിജൻ 8 15 എന്ന് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കണം. ഇവിടെ നോക്കിയിട്ടാണ് പ്രോട്ടോൺ തീരുമാനിക്കുക, ഇത് നോക്കിയിട്ടാണ് ഇലക്ട്രോൺ തീരുമാനിക്കുക, ഇത് കുറച്ചിട്ടാണ് ന്യൂട്രോൺ തീരുമാനിക്കുക. അതൊക്കെ ഓർത്തിരിക്കുക, ആക്ടിവിറ്റികൾ ചെയ്യുക. റെഡി? അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ 2ാമത്തെ ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഉഷാറായിട്ടിരിക്കുക, നല്ല കുട്ടികളായിട്ട് പഠിക്കുക, എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സി യു, ബൈ ബൈ.